അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിൽ 24 കോച്ചുള്ള ട്രെയിനുകൾക്കും നിർത്താവുന്ന വിധത്തിൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നു. ഇതോടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലേക്കും ദീർഘദൂര ട്രെയിനുകൾ നീട്ടാനാകും. ഇരു സ്റ്റേഷനുകളിലെയും യാർഡ് നവീകരണത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി ഇ.ടി. മുഹമ്മദ് ബഷീർ MP അറിയിച്ചു. അങ്ങാടിപ്പുറത്ത് 10.51 കോടിയുടെയും വാണിയമ്പലത്ത് 6.83 കോടിയുടെയും നവീകരണത്തിനാണ് അനുമതി. നിലവിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ 16 കോച്ചുകളും രണ്ടാമത്തേതിൽ 14 കോച്ചുകളും നിർത്തുവാനുള്ള ശേഷിയാണുള്ളത്. വാണിയമ്പലത്ത് 2 പ്ലാറ്റ്ഫോമുകളിലും 18 കോച്ചുകൾ വരെ നിർത്തുവാൻ നീളമുണ്ട്. ഇതാണ് 24 കോച്ച് വരെ നിർത്താവുന്ന രീതിയിൽ വികസിപ്പിക്കുക. ദീർഘകാലമായി ഈ റൂട്ടിലെ യാത്രക്കാരുടെ ആവശ്യത്തിന് കൂടിയാണ് ഇതോടെ പരിഹാരമാവുക. ഇതിനുശേഷം ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടിയാൽ അത് മലബാർ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്കും ഏറെ ആശ്വാസമാകും. നിലമ്പൂരിൽ നിന്നും നഞ്ചൻകോട്, മൈസൂരു റൂട്ടിലേക്ക് നീട്ടുവാൻ പ്രതീക്ഷിക്കുന്ന പാതയിലേക്ക് കൂടിയാണ് പ്ലാറ്റ്ഫോം വികസനം കണ്ണുനട്ടിരിക്കുന്നത്. ദീർഘദൂര ട്രെയിനുകൾ ഓടിക്കുവാനുള്ള പാതയിലെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുകയാണ്. വൈദ്യുതീകരണം, കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് പുറമെയാണ് ഇപ്പോൾ 24 കോച്ചുകൾ നിർത്താവുന്ന പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനുകൾ കൂടി ഒരുങ്ങുന്നത്. പാത നീട്ടുവാനുള്ള നടപടികൾ ഇഴയുകയാണെങ്കിലും തടസ്സങ്ങൾ ഓരോന്നായി മാറുന്നത് കൂടുതൽ അനുകൂല സാഹചര്യം ഒരുക്കും. നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കും മറ്റുമുള്ള ദീർഘദൂര ട്രെയിനുകൾ ഈ പാതയിലൂടെയും സർവീസ് ആരംഭിക്കുവാൻ വലിയ പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനുകൾ സഹായകമാകും. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.